ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മിൽ പലരും പലവിധ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്നുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകണമെന്ന് നാം എല്ലാം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷെ പലപ്പോഴും അവയ്ക്ക് നാം ആഗ്രഹിക്കുന്ന രീതിയിൽ പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, അവ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ദുരിതപൂർണമാക്കുകയും ചെയ്യാറുണ്ട്. നമ്മുടെ ഉപബോധ മനസ്സിന്റെ അനന്തശക്തികൾ ഉപയോഗപ്പെടുത്തി പ്രപഞ്ചശക്തിയോടൊപ്പം ചേർന്ന് നമ്മുടെ പ്രശ്നങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് നാം ആഗ്രഹിക്കുന്ന രീതിയിൽ പരിഹാരം കണ്ടെത്തുവാൻ സഹായിക്കുന്ന വളരെ ഫലപ്രാപ്തിയുള്ള ഒരു ടെക്നിക്കാണ് ഇന്നത്തെ ദിവസം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ബോഡോയിൻ ടെക്നിക് എന്നാണ് ഈ ടെക്നിക്കിന്റെ പേര്. പ്രശ്നങ്ങളിൽപ്പെട്ട്, പ്രതിസന്ധികളിൽപ്പെട്ട് മുമ്പോട്ട് പോകാനാകാതെ ജീവിതം വഴിമുട്ടിയ അവസരങ്ങളിൽ അനേകർക്ക് ആശ്വാസം നൽകി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി ജീവിതം മുമ്പോട്ട് പോകുന്നതിന് ആവശ്യമായ മാർഗം തെളിച്ചു നൽകിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ ബോഡോയിൻ ടെക്നിക്. ഫ്രാൻസിലെ റൂസോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസറും സൈക്കോ തെറാപ്പിസ്റ്റുമായിരുന്നു ചാൾസ് ബോഡോയിൻ. അദ്ദേഹം ന്യൂ നാൻസി സ്കൂൾ ഓഫ് ഹീലിംഗിലെ ഗവേഷണ ഡയറക്ടറും ആയിരുന്നു. നമ്മുടെയൊക്കെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായുള്ള സജഷൻസ് അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നതിനുള്ള അഫർമേഷൻസ്, സജഷൻസ് ഒക്കെ ഉപബോധ മനസ്സിൽ ഫലപ്രദമായ രീതിയിൽ എത്തിച്ച് ഉപബോധ മനസ്സ് ആ നിർദ്ദേശങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത്ഭുതകരമായ രീതിയിൽ ആ കാര്യങ്ങൾ നമ്മുടെ സജഷൻസ് പോലെ തന്നെ യാഥാർത്ഥ്യമായി തീരും. ഉപബോധ മനസ്സിൽ പതിയുന്ന വിധം ഫലപ്രദമായി സജഷൻസ്, നിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം നാം ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള മയക്കത്തിന്റെ അവസ്ഥയിലാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ആൽഫ സ്റ്റേറ്റ്. ഈ അവസ്ഥയിൽ എല്ലാ പ്രയത്നങ്ങളും വളരെ കുറഞ്ഞ അളവിൽ മതിയാകും. ആ സമയത്ത് ബോധമനസ്സിന്റെ തടസ്സമില്ലാതെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഒരു നിർദ്ദേശത്തെ, ആശയത്തെയൊക്കെ ശാന്തവും നിശ്ചിതവും സ്വീകാര്യവുമായ മാർഗങ്ങളിലൂടെ നമുക്ക് എത്തിക്കുവാൻ സാധിക്കും. ബോഡോയിൻ ടെക്നിക് പ്രകാരം നാം അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ അല്ലെങ്കിൽ പ്രതിസന്ധിയുടെ പരിഹാരം നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉണ്ടാക്കി തരണം എന്ന നിർദ്ദേശം ഉപബോധ മനസ്സിൽ എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അത് ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള സജഷൻസ് മാത്രമല്ല നമുക്ക് എത്തിക്കാവുന്നത്. നമ്മുടെ ഒരു വലിയ ആഗ്രഹം അല്ലെങ്കിൽ ഡ്രീം ഗോൾ അച്ചീവ് ചെയ്യുന്നതിനുള്ള സജഷൻസ് ബോഡോയിൻ ടെക്നിക് ഉപയോഗപ്പെടുത്തി നമ്മുടെ ഉപബോധ മനസ്സിൽ എത്തിച്ച് അവയൊക്കെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യുവാനും സാധിക്കും. നമുക്ക് എന്താണ് സാധിച്ചു കിട്ടേണ്ടത് എന്ന ആശയം ഒരു ചെറിയ വാക്യമായി അല്ലെങ്കിൽ ഒരു ചെറിയ ഫ്രേസായി സംഗ്രഹിക്കണം. സ്വസ്ഥമായി ഒരിടത്തിരുന്ന് മനസ്സും ശരീരവും റിലാക്സേഷൻ സ്റ്റേറ്റിൽ എത്തിച്ചതിന് ശേഷം ഒരു താരാട്ട് എന്ന പോലെ ആ വാക്യം ആവർത്തിച്ച് നമ്മുടെ ഉപബോധ മനസ്സിൽ ഉറപ്പിക്കണം. അമേരിക്കയിൽ ലോസ് ഏഞ്ചൽസിലുള്ള ഒരു യുവതിയുടെ വലിയ പ്രശ്നം, അവർക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കോടതി കേസ് അദ്ദേഹം നിർദ്ദേശിച്ച പ്രകാരം ഈ ബോഡോയിൻ ടെക്നിക് ഉപയോഗപ്പെടുത്തി അവർക്ക് അനുകൂലമായ രീതിയിൽ, അവർ ആഗ്രഹിച്ച രീതിയിൽ അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ആ സ്ത്രീയുടെ ഭർത്താവ് തന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ഈ സ്ത്രീയുടെ പേരിൽ വിൽപത്രം എഴുതി കൊടുത്തിരുന്നു. പക്ഷേ ഭർത്താവിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയിലെ മക്കൾ ഈ വിൽപത്ര പ്രകാരം സ്വത്തുക്കൾ ഇവർക്ക് ലഭിക്കുന്നത് തടയുന്നതിനായി കോടതിയിൽ കേസ് കൊടുത്തു. പലതവണ സംസാരിച്ചിട്ടും അവർ കോംപ്രമൈസിന് തയ്യാറാകുന്നില്ല. ഈ സ്ത്രീ സാമ്പത്തിക പ്രശ്നങ്ങളാൽ വലഞ്ഞു നിരാശയ്ക്ക് അടിമപ്പെട്ടു. അവർ ചാൾസ് ബോഡോയിനെ കുറിച്ച് കേൾക്കുകയും അദ്ദേഹത്തിന്റെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. അദ്ദേഹം തന്റെ ഈ ടെക്നിക് അവർക്ക് വിവരിച്ചു കൊടുത്തു. അവരുടെ ആവശ്യം ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ സംഗ്രഹിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അവരുടെ ആവശ്യം ആ കേസ് രമ്യതയിൽ എത്തിച്ചേർന്ന് അവസാനിക്കുക എന്നുള്ളതായിരുന്നു. അതിനെ ചുരുക്കി ഒരു ചെറിയ വാക്യം അദ്ദേഹം രൂപപ്പെടുത്തി കൊടുത്തു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ ഓർഡർ. ദൈവാജ്ഞയാൽ, ദൈവകൽപ്പനയാൽ അത് ശരിയായ രീതിയിൽ പരിഹരിക്കപ്പെടുന്നു. അതായത് പ്രപഞ്ചശക്തി ഉപബോധ മനസ്സിന്റെ പ്രവർത്തനത്തിലൂടെ ആ പ്രശ്നത്തിന് നല്ലതായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കി തരുന്നു എന്നുള്ളതായിരുന്നു ആ വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കിയത്. 10 ദിവസം ഈ വാക്കുകൾ ഉപയോഗപ്പെടുത്തി ഈ ബോഡോയിൻ ടെക്നിക് പ്രാക്ടീസ് ചെയ്തപ്പോൾ തന്നെ ആ കേസിലെ എതിർ കക്ഷികൾ കോംപ്രമൈസിന് തയ്യാറായി എന്ന് മാത്രമല്ല, വളരെ മാന്യമായ ഒരു ഒത്തുതീർപ്പിന് സമ്മതിക്കുകയും കേസ് പിൻവലിക്കുകയും ചെയ്തു. നമ്മുടെ ഉപബോധ മനസ്സിന്റെ പല പ്രവർത്തനങ്ങളും, ഈ പ്രപഞ്ചശക്തിയുടെ പ്രവർത്തനങ്ങളും പദ്ധതികളും എല്ലാം നമ്മുടെയൊക്കെ സങ്കല്പങ്ങൾക്കും ധാരണകൾക്കും അപ്പുറമാണ്. ആ ശക്തികൾ നമ്മുടെ ശാസ്ത്രങ്ങൾക്കും മാനുഷിക നിയമങ്ങൾക്കും മേലെയാണ്. ഈ അനന്തശക്തികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. നമുക്കും ബോഡോയിൻ ടെക്നിക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. നാം വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുകയോ ബോഡോയിൻ ടെക്നിക് പ്രാക്ടീസ് ചെയ്യുകയോ ചെയ്യുവാൻ പാടില്ല. അതുപോലെ തന്നെ പൂർണ്ണ വിശ്വാസത്തോടെ വേണം ഇത് നാം ചെയ്യേണ്ടത്. വിശ്വാസമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾ ഫലം നൽകില്ല.
21 ദിവസത്തേക്ക് ഈ ബോഡോയിൻ ടെക്നിക് പ്രാക്ടീസ് ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം നാം രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ്. ദിവസം 2 അതിലധികമോ തവണ ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും കമൻസ് രേഖപ്പെടുത്തണമെന്നും നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ധാരാളം അറിവുകൾ, ജ്ഞാനം പ്രദാനം ചെയ്യുന്ന, ധാരാളം പേരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സഹായിച്ചിട്ടുള്ള, ധാരാളം പേരുടെ ജീവിതത്തിലെ പലവിധ പ്രോബ്ലംസിനെയും മാറ്റുവാനൊക്കെ സഹായിച്ചിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഞങ്ങളുടെ മൈൻഡ് മാസ്റ്ററി ക്ലാസ്സുകളിലേക്കും ലൈഫ് കോച്ചിങ്ങിലേക്കും ഒക്കെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വസ്ഥമായി ശാന്തമായി ഇരിക്കാം. ഇടത് കൈക്കുള്ളിൽ വലത് കൈ വെച്ച് പെരുവിരലുകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ചുകൊണ്ട് ഒരു ഊർജ്ജബന്ധം സ്ഥാപിക്കാവുന്നതാണ്. സാവധാനം 2 കണ്ണുകൾ അടയ്ക്കാവുന്നതാണ്. ബോഡോയിൻ ടെക്നിക് പ്രാക്ടീസ് ചെയ്യുന്നതിനായി ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വലിയ ആഗ്രഹം, ഒരു ഡ്രീം മനസ്സിൽ കൊണ്ടുവരിക. ആ പ്രശ്നത്തിന് എന്താണ് പരിഹാരം നാം ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിൽ ചിന്തിക്കുക. ഗോൾ അച്ചീവ്മെന്റ് ആണെങ്കിൽ നമ്മുടെ പ്രയത്നങ്ങൾക്ക് ഫലമുണ്ടാകുന്നതും നമ്മുടെ പരിശ്രമങ്ങൾ അവസാനിച്ച് അവ ഫലപ്രാപ്തിയിലെത്തുന്നതായും സങ്കല്പിക്കുക. ഇനി നമുക്ക് ശ്വാസത്തിൽ ശ്രദ്ധിക്കാം. മനസ്സും ശരീരവും പൂർണ്ണ വിശ്രമാവസ്ഥയിലേക്ക് പോകുന്ന വളരെ സുഖകരമായ, വളരെ മനോഹരമായ, ഒരു അതീന്ദ്രിയമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളിപ്പോൾ പ്രവേശിക്കുവാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ പ്രപഞ്ച ശക്തിയുമായി ഒന്നായി ലയിച്ചു ചേരുവാൻ പോവുകയാണ്. നമുക്ക് നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കാം. പൂർണ്ണ ശ്രദ്ധയോടെ മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അറിഞ്ഞുകൊണ്ട് ആ ശ്വാസം അല്പസമയം ഉള്ളിൽ നിൽക്കട്ടെ. മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടാവുന്നതാണ്. നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും അത് ഉള്ളിൽ നിൽക്കുന്നതും മെല്ലെ പുറത്തേക്ക് പോകുന്നതും എല്ലാം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഫീൽ ചെയ്തുകൊണ്ട് വേണം ചെയ്യേണ്ടത്. വീണ്ടും ശ്രദ്ധയോടെ ഒരു ദീർഘശ്വാസം എടുക്കാം. പ്രപഞ്ച ശക്തിയുടെ ഊർജ പ്രവാഹം ശ്വാസരൂപത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒഴുകിയിറങ്ങുകയാണ്. മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടാവുന്നതാണ്. വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കാം. അല്പനേരം ആ ശ്വാസം ഉള്ളിൽ നിൽക്കട്ടെ. മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടാവുന്നതാണ്. പൂർണ്ണ ശ്രദ്ധയോടെ അറിഞ്ഞുകൊണ്ട് മെല്ലെ വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കാവുന്നതാണ്. മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടാവുന്നതാണ്. വീണ്ടും ഒരു ദീർഘശ്വാസം കൂടി എടുക്കാം. അല്പസമയം ആ ശ്വാസം ഉള്ളിൽ നിൽക്കട്ടെ. മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടാവുന്നതാണ്. ഇനി നോർമൽ ബ്രീത്തിങ് മതി. ഇപ്പോൾ നിങ്ങൾ മെല്ലെ ഒരു റിലാക്സേഷനിലേക്ക്, വിശ്രാന്തിയിലേക്ക് പോവുകയാണ്. ശരീരത്തിനും മനസ്സിനും സുഖം തരുന്ന, ശാന്തി തരുന്ന മനോഹരമായ ഒരു വിശ്രമാവസ്ഥയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കാൽവിരലുകൾ മുതൽ ശിരസ് വരെയുള്ള ഓരോ ശരീരഭാഗങ്ങളും, ഓരോ ശരീരകോശങ്ങളും, ഓരോ ഓർഗൻസും മെല്ലെ റിലാക്സേഷനിലേക്ക് പോകുന്നു. നിങ്ങൾ ശരീരഭാഗങ്ങളെല്ലാം, ഓരോ പേശികളും, ഓരോ മസിൽസും, എല്ലാ ശരീരഭാഗങ്ങളും മെല്ലെ അയഞ്ഞു വരട്ടെ. ഫീലിംഗ് സോ ഫ്രീ നൗ, ഫീലിംഗ് സോ റിലാക്സ്ഡ് നൗ. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. നിങ്ങൾ ശരീരം പൂർണ്ണമായി മനോഹരമായ ഒരു വിശ്രമാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഫീലിംഗ് സോ റിലാക്സ്ഡ് നൗ, ഫീലിംഗ് സോ വണ്ടർഫുൾ. നമ്മുടെ മനസ്സിൽ നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി, അതുമല്ലെങ്കിൽ ആ ആഗ്രഹം, നാം ഇപ്പോൾ യൂണിവേഴ്സൽ മൈൻഡിലേക്ക്, പ്രപഞ്ചശക്തിയിലേക്ക് വിട്ടുകൊടുക്കുവാൻ പോവുകയാണ്. ആ പ്രശ്നത്തിന് പ്രപഞ്ചശക്തി നാം ആഗ്രഹിക്കുന്ന രീതിയിൽ, നമുക്ക് അനുകൂലമായ രീതിയിൽ ഒരു പരിസമാപ്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ ഓർഡർ. അത്
ദൈവകൽപ്പന അനുസരിച്ച്, ദൈവേച്ഛ അനുസരിച്ച് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ വലിയ പ്രശ്നത്തെ അല്ലെങ്കിൽ പ്രതിസന്ധിയെ ഇറ്റ് എന്ന ഒരു ചെറിയ പദത്തിലേക്ക് ഒതുക്കി അത് നമുക്ക് അനുകൂലമായ രീതിയിൽ, നാം ആഗ്രഹിക്കുന്ന രീതിയിൽ അവസാനിപ്പിക്കുവാൻ പ്രപഞ്ചശക്തിയെ നാം ഏൽപ്പിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ബൈ ഡിവൈൻ ഓർഡർ. അത് ദൈവേഷ്ടം അനുസരിച്ച് പ്രപഞ്ചശക്തിയുടെ കൽപ്പനയാൽ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ബൈ ഡിവൈൻ ഓർഡർ. ഇപ്പോൾ നമ്മുടെ മനസ്സിന് ആശ്വാസം അനുഭവപ്പെടുന്നു, ശാന്തി അനുഭവപ്പെടുന്നു, സമാധാനം അനുഭവപ്പെടുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ബൈ ഡിവൈൻ ഓർഡർ. പ്രപഞ്ചശക്തി അതിനെ നമുക്ക് അനുകൂലമായ രീതിയിൽ അവസാനിപ്പിച്ചു തരുന്നു. ഫീലിംഗ് സോ റിലാക്സ്ഡ് നൗ, ഫീലിംഗ് സോ പീസ്ഫുൾ നൗ, ഫീലിംഗ് സോ ഹാപ്പി നൗ. ഇപ്പോൾ നമ്മുടെ മനസ്സിന് ആശ്വാസം ലഭിക്കുന്നു, സമാധാനം ലഭിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ ഓർഡർ. അത് ദൈവേച്ഛ അനുസരിച്ച്, പ്രപഞ്ചശക്തിയുടെ കൽപ്പന അനുസരിച്ച് നാം ആഗ്രഹിക്കുന്ന രീതിയിൽ അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ മനസ്സിന് കൂടുതൽ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും അനുഭവപ്പെടുന്നു, സന്തോഷം അനുഭവപ്പെടുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ ഓർഡർ. ഫീലിംഗ് സോ പീസ്ഫുൾ നൗ, ഫീലിംഗ് സോ റിലാക്സ്ഡ് നൗ, ഫീലിംഗ് സോ വണ്ടർഫുൾ. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ ഓർഡർ. അത് നമുക്ക് ആശ്വാസം തരുന്ന രീതിയിൽ, സമാധാനം തരുന്ന രീതിയിൽ, സന്തോഷം തരുന്ന രീതിയിൽ അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിലൂടെ നമുക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നു, നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാകുന്നു, നല്ല ബന്ധങ്ങളിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നു, സന്തോഷകരമായ മനോഹരമായ ഒരു ജീവിതത്തിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ ഓർഡർ വിത്ത് അബണ്ടന്റ് വെൽത്ത്, വിത്ത് അബണ്ടന്റ് ഹെൽത്ത്, with happy relationships, with vibrant activities, feeling it in your mind, feeling it in your body. It is finished in divine order. അത് നാം ആഗ്രഹിക്കുന്ന രീതിയിൽ, നമുക്ക് അനുകൂലമായ രീതിയിൽ പ്രപഞ്ചശക്തി അവസാനിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ 1 മുതൽ 10 വരെ എണ്ണുമ്പോൾ നിങ്ങൾ ആൽഫാ സ്റ്റേറ്റിൽ നിന്നും ബോധ മനസ്സിലേക്ക് മെല്ലെ തിരികെ വരുന്നു. പുതിയ സന്തോഷകരമായ മനോഹരമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. 1. ഫീലിംഗ് സോ റിലാക്സ്ഡ് നൗ. 2. ഫീലിംഗ് സോ പീസ്ഫുൾ. 3. ഫീലിംഗ് സോ കോൺഫിഡൻറ്റ് നൗ. 4. feeling so happy in your mind. 5. Feeling so wonderful. 6. With vibrant relationships. 7. With wealth and abundance. 8. Feeling so healthy now. 9. Feeling so blessed now. 10. ഫീലിംഗ് സോ ഗ്രേറ്റ്ഫുൾ നൗ. ഗ്രാറ്റിറ്റ്യൂഡ് അറിഞ്ഞുകൊണ്ട്, കൃതജ്ഞതയാൽ നിറഞ്ഞ്, കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് മെല്ലെ ഒരു ദീർഘശ്വാസം എടുക്കാം. വല്ലാത്തൊരു ആശ്വാസത്തോടെ, സമാധാനത്തോടെ ശ്വാസം പുറത്തേക്ക് വിടാം. മെല്ലെ ഒരു ദീർഘശ്വാസം എടുക്കാം. സമാധാനത്തോടെ ശ്വാസം പുറത്തേക്ക് വിടാം. ഒരു ദീർഘശ്വാസം കൂടി എടുക്കാം. മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടാം. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. വിത്ത് ഹാപ്പിനെസ് ഇൻ യുവർ മൈൻഡ് മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് കണ്ണുകൾ തുറന്ന് ഉണർവിലേക്ക് വരാം. താങ്ക് യു,
താങ്ക് യു ഓൾ. എല്ലാവർക്കും നല്ലൊരു ഫീലിംഗ് ആണെന്ന് വിചാരിക്കുകയാണ്. ഈ ബോഡോയിൻ ടെക്നിക് പൂർണ്ണ വിശ്വാസത്തോടെ 21 ഡേയ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കുക. ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്കൊക്കെ പരിഹാരം കണ്ടെത്തുക. ഇന്നത്തെ ദിവസം ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്കുള്ള നന്ദി പറയാൻ നിങ്ങളൊക്കെ അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവരും നേട്ടങ്ങളും ഐശ്വര്യവും സമ്പത്തും എല്ലാം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലസ്ഡ്. താങ്ക് യു.